വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ മറ്റേ വേൾഡ് ഇച്ചിരി പണി വാളിയായി. ഞാൻ പിന്നെയും ഒരബദ്ധം പറ്റി. ഞാൻ അടിയിലോട്ട് ഒരേറ്റ വീഴ്ച സ്കൾട്ടൻ പിന്നെ എന്നെ ഷൂട്ട് ചെയ്ത്. അപ്പം ഞാൻ ചത്തുപോയി ഗൈസ്. അപ്പോൾ പുതിയ വേൾഡാണ് ഞാൻ പിന്നെയും വന്നേക്കണേ ഗൈസ്. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഇവനിപ്പോൾ എന്താണ് നേരിട്ട് കുറേ വേൾഡ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. യൂട്യൂബിലെ കണ്ടന്റിന് വേണ്ടിയാണ് ഇടുന്നത് ഗൈസ്. അങ്ങനെയെങ്കിൽ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം ഉണ്ടാക്കണം. എന്നിട്ട് ടൂൾസ് ഉണ്ടാക്കണം. ഇതൊക്കെ ചെയ്യണം ഗൈസ്. സ്കെൽട്ടനെങ്കിൽ എനിക്ക് റിവെഞ്ച് കൊടുക്കണം ഗൈസ്. എൻ്റെ പേര് VR വ്ളോഗ്സ് ഒന്നും അയക്കൂല ഗൈസ്. സ്റ്റിക്ക് ഉണ്ടാക്കുക, ഒരു വുഡൻ്റെ പിക്കാക്സ് ഉണ്ടാക്കുക, എന്നിട്ട് ഈ സ്റ്റോൺ അങ്ങോട്ട് മൈൻഡ് ചെയ്യുക ഗൈസ്. അപ്പം 3 സ്റ്റോൺ ആദ്യം ഉണ്ടാക്കുക. പണ്ടത്തെ പോലത്തെ അബദ്ധമൊന്നും പറ്റില്ല ഗൈസ്. സ്റ്റോൺ പിക്കാക്സ്, ഓക്കെ. സ്റ്റോൺ കിട്ടി താങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. കുറച്ചെണ്ണം വേണം. കുറച്ച് സ്റ്റോണും കൂടെ വേണം. എനിക്ക് രാക്സ് ഉണ്ടാക്കണം, സോഡ് ഉണ്ടാക്കണം ഗൈസ്. പിന്നെ ഒരു ഫർണസും കൂടെ ഉണ്ടാക്കണം. എന്നോട് ഇത്രയും മതിയാവുമെന്ന് തോന്നുന്നു ഗൈസ്. സ്റ്റിക്ക് വേണമല്ലേ ഗൈസ്? സ്റ്റിക്ക് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഒരു സോഡും രാക്സും പിന്നെ ഒരു ഫർണസും കംപ്ലീറ്റ് ഗൈസ്. അപ്പോൾ ടൂൾസ് തന്നെ അങ്ങ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗെയിമാണ് ഗൈസ്. അപ്പം അതൊക്കെ പിന്നെ പോവാം ഗൈസ്. സാധനം ഉണ്ടെങ്കിൽ ഇതുകൊണ്ടാകാൻ മറ്റേ എന്നെ മറ്റേ അയൺ സ്മെൽറ്റ് ചെയ്യണം. അതിൻ്റെ പിക്കാക്സ് ഒന്നും കൊടുക്കും. പിന്നെ മറ്റേ സംഭവം എവിടെ ഞാൻ കോളുണ്ട്. ആരും സ്പോണാവൂലല്ല. രണ്ട് ഭാഗ്യം. നല്ല സുഖമായിട്ട് പോയതായിരുന്നു കേസ്. ആ വേൾഡിൽ തന്നെ വിശ്വസിച്ചിരിക്കണേന്ന് ഞാൻ അതെങ്കിലും ഒന്ന് മര്യാദക്ക് പോട്ടെ എന്നുണ്ട്. ആയതാ നാങ്ങ പോലെ.
പണ്ടാരെന്നെ കൊന്നു ഗൈസ്. കുട്ടി ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ സ്കൾട്ടൻ. അവൻ എവിടെ നിന്ന് ദൂരത്തിൽ നിന്ന് വെടിവെച്ചാലും കറക്റ്റ് ഉന്നണം അവന്. ഓ ഞാൻ ഇങ്ങോട്ടൊക്കെയാണ് ഈ കയറി പോണത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മേളിലെത്തിയിരിക്കുന്നുണ്ട് ഗൈസ്. ഭാഗ്യത്തെ നമ്മൾ കിട്ടി, അയൺ കിട്ടി. കോള് അവിടെ നിന്നോട്ടെ. എനിക്കൊരു ഷീൽഡ് ധൈര്യത്തോടെ എനിക്ക് രാത്രിയൊക്കെ സർവൈവ് ചെയ്യാം. പക്ഷേ രാത്രി എനിക്ക് സർവൈവ് ചെയ്യേണ്ട കുഴപ്പമൊന്നുമില്ല. ഇപ്പം എനിക്ക് ഷീൽഡ് അക്വയറായി. എനിക്ക് ബക്കറ്റും കൂടെ മതി. അല്ലെങ്കിൽ ബക്കറ്റ് ഉണ്ടാക്കണോ ഗൈസ്? ഇവിടെയൊക്കെ കുറേ ഷീപ്പ് ഉണ്ടല്ലേ ഗൈസ്. നമ്മൾക്കൊന്ന് വില്ലേജൊക്കെ കണ്ടുപിടിക്കണമെന്ന്. പക്ഷെ ഇവിടെ ഒന്നും വില്ലേജ് സ്പോൺ ആവൂലെന്നാണ് പ്രശ്നം അല്ലേ ഗൈസ്? ഇവിടെ വില്ലേജ് പറഞ്ഞ പോലും വരില്ല. എനിക്ക് ഒന്നും കൂടെ ഒരു ഫർമസി ഉണ്ടാക്കണമെന്നുണ്ട് ഗൈസ്. അല്ലെങ്കിൽ എനിക്ക് ഫുഡ് ഇപ്പം കുറഞ്ഞ് തീരും. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ഇനി നമുക്കൊരു ബ്ലാസ്റ്റ് ഫർണസ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറേ അയൺ വേണ്ടേ. അതൊക്കെ ഉണ്ടെങ്കിൽ നൈസായി തന്നെ ഒരു ഇതും കൂടെ ഉണ്ടാക്കണം. അയ്യോ, എൻ്റെ ഫുഡ് ഇപ്പം തന്നെ ഹങ്കർ ബാർ ഇപ്പം തന്നെ തീരുവേ. വേഗം പോയി സ്റ്റോൺ കളിക്കണേ. ഇവിടെ തന്നെ കോളൊക്കെ വന്നില്ല. 11 ആണായി ഗൈസ്. അതുകൊണ്ട് ഞാനൊരു പുതിയ നൈസ് ഫർണസ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഗൈസ്. അയ്യോ, ഇതെല്ലാം ഉണ്ടാക്കണ്ട ഗൈസ്. അതൊക്കെ മാറിപ്പോണ് ഗൈസ്, മാറിപ്പോണ്. എൻ്റെ എല്ലാം മാറിപ്പോണ്. ഇവിടെ 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 ഓക്കെ. ഇനി ഫർണസ് ഒന്ന് എടുക്കുക, അങ്ങോട്ട് വെച്ചിട്ട് സ്മോക്കർ അങ്ങോട്ട് ഉണ്ടാക്കി ഇവിടെ വെക്കുക. ഇനി ഇവിടെ നമ്മുടെ റോ മട്ടൻ ഇവിടെ വെക്കുക. ഇവിടെ കോൾ എടുക്കുക, ഇതിൻ്റെ ഉള്ളിലിടുക. സ്മോക്കർ തീയൊക്കെ ഉണ്ട്. എടുത്ത് തിന്ന് ഫുഡ് നിറച്ച് വയറ് നിറച്ച്. ഓക്കെ, അപ്പം അന്തസ്സായി ഗൈസ്. അതിന് പിക്കാക്സ് ഉണ്ടാക്കിയാൽ മതിയാ. ബക്കറ്റും കൊണ്ട് MLG ചെയ്യാൻ പറ്റും. ഇപ്പം എന്തുണ്ടാക്കണമെന്ന് എനിക്കൊരു മനസ്സിലാണുള്ള ഗൈസ്. എനിക്ക് സംശയം വന്നി. പിക്കാക്സ് ഉണ്ടാക്കിയാൽ മൈനിങ് ചെയ്യുക, ബക്കറ്റ് തന്നെ ഉണ്ടാക്കുക ഗൈസ്. അല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നമാവും ഗൈസ്. അതാകുമ്പോൾ എനിക്ക് MLG ചെയ്യുക, അതൊരു നല്ല കാര്യം തന്നെ. എടുത്ത് ഞാൻ ഇച്ചിരി രൂപമാണെന്നറിയാലോ ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. ഇവിടെ തന്നെ സ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയാൽ മതിയില്ലേ ബേസ്? ഇവിടെയൊക്കെ ഗൈസ് നല്ല കാര്യമില്ലേ? ഇങ്ങോട്ട് ഇവിടെ തന്നെ തുടങ്ങാം ഗൈസ് നമ്മുടെ സർവൈവൽ. ഇവിടെ നിന്നും ചാവാതെ നിന്നാൽ മതിയേ ഗൈസ്. എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ ആഗ്രഹത്തിന് ഞാൻ നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ എന്താ പോലെ നാണം അത് വരും ഗൈസ്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ന്യൂബായിട്ട് കളിക്കും ഗൈസ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചത്ത് ചാടി നല്ലോണം വളരും. ഇനി വളരാനൊന്നും സമയമില്ലല്ലോ ഇനി. ഇപ്പോൾ പറയണ്ട എന്തിനാണ് ഇനി അയൺ ഇനി
ടാറ്റാ.